9th Standard Maths Chapter 4 page 64 questions. ഈ ഒരു സെക്ഷനിലത്തെ കാൽക്കുലേഷൻസ് ഫുള്ള് കണക്കുകൾ ഫുള്ള് നമ്മൾ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് x+y × u+v ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലേ. എങ്ങനെയാണ് ഈ എക്സ് കൊണ്ട് യുവിനെ മൾട്ടിപ്ലൈ ചെയ്യണം, എക്സ് കൊണ്ട് വിനെ ചെയ്യണം, y കൊണ്ട് യുവിനെ മൾട്ടിപ്ലൈ ചെയ്യണം, y കൊണ്ട് വിനെ ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഫോർമുല വരുന്നത്? x × u xu പ്ലസ് x × v xv പ്ലസ് y × u yu പ്ലസ് y × v yv. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 71 × 91. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഈ ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്? x+y ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് വരും? 70 + 1 അല്ലേ. 71 × ഇവിടെ 91 എന്നാണ്. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റാം? 90 + 1 ഇങ്ങനെ വന്നു അല്ലേ. ഇനി ഇതിനെങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? ഈ ഫോർമാറ്റിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ്? ഈ 70 കൊണ്ട് 90നെയും 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം, 1 കൊണ്ട് 90നെയും 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ വന്നു? 70 × 90 പ്ലസ് 70 × 1 പ്ലസ് 1 × 90 പ്ലസ് 1 × 1 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വന്നു? 70 × 90 എന്ന് പറയുമ്പോൾ എത്ര വരിക? 9 × 7 63 അല്ലേ. അപ്പോൾ 6300 പ്ലസ് 70 × 1 70 പ്ലസ് 90 × 1 90 പ്ലസ് 1. ഇനി ഇതെല്ലാതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6461 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ വേഗം എങ്ങനെയാണ്? 42 × 62 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെങ്ങനെ മാറ്റി എഴുതും? 40 + 2 × 60 + 2. ഇനി ഇതിനെ എങ്ങനെയാണ്? 40 കൊണ്ട് 16നെയും 2നെയും 2 കൊണ്ട് 16നെയും 2നെയും. അപ്പോൾ എങ്ങനെ വരും? 40 × 60 പ്ലസ് 40 × 2 പ്ലസ് 2 × 60 പ്ലസ് 2 × 2 അല്ലേ. അപ്പോൾ ഇനി എങ്ങനെയാണ്? 4 × 6 2400 പ്ലസ് 80 പ്ലസ് 2 × 60 120 പ്ലസ് 2 × 2 4. ഇനി ഇതെല്ലാതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 2604 എന്ന് ആൻസർ കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ 10½ × 6½ അല്ലേ. ഇതിനെ ഈ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? 10 + ½ × 6 + ½ എന്ന് വരും അല്ലേ. ഇനി ഇതേപോലെ തന്നെ എങ്ങനെയാണ്? 10 കൊണ്ട് 6നെയും 10 കൊണ്ട് ഹാഫിനെയും ഹാഫ് കൊണ്ട് 6നെയും ഹാഫ് കൊണ്ട് ഹാഫിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അപ്പോൾ എങ്ങനെ വരിക? 10 × 6 പ്ലസ് 10 × ½ പ്ലസ് ½ × 6 പ്ലസ് ½ × ½ ഈക്വൽ ടു 10 × 6 60 പ്ലസ് 2 ഇതിൽ എങ്ങനെയാണ്? 5 ടൈംസ് അല്ലേ. പ്ലസ് 5 പ്ലസ് 2 6ൽ 3 ടൈംസ് അല്ലേ. അപ്പോൾ 3 പ്ലസ് 1/2 × 1/2 എന്ന് പറയുമ്പോൾ 1/4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 68 ആൻഡ് 1/4 എന്ന് ആൻസർ കിട്ടി. ഫോർത്ത് ക്വസ്റ്റ്യൻ 9.5 × 3.5 എങ്ങനെ എഴുതാം? 9 + 0.5 × 3 + 0.5 അല്ലേ. ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അപ്പോൾ 9 × 3 അല്ലേ. 9 × 3 പ്ലസ് 9 × 0.5 പ്ലസ് 0.5 × 3 പ്ലസ് 0.5 × 0.5 ഈക്വൽ ടു 3 × 9 എത്രയാണ്? 27 പ്ലസ് 9 × 5 4.5 പ്ലസ് 3 × 5 1.5 പ്ലസ് 0.5 × 0.5 0.25 ഈക്വൽ ടു ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 33.25 എന്ന് കിട്ടും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 10 1/4 × 6 1/4 ഇതിനെങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? 10 + 1/4
ഇൻറ്റു 6 പ്ലസ് 1/4 അല്ലേ. ഇനി ഇതെങ്ങനെ വരും? 10 കൊണ്ട് 6നെയും 10 കൊണ്ട് 1/4നെയും മൾട്ടിപ്ലൈ ചെയ്യണം. 1/4 കൊണ്ട് 6നെയും 1/4 കൊണ്ട് 1/4നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരും 10 ഇൻറ്റു 6 പ്ലസ് 10 ഇൻറ്റു 1/4 പ്ലസ് 1/4 ഇൻറ്റു 6 പ്ലസ് 1/4 ഇൻറ്റു 1/4 അല്ലേ. ഇനി എത്ര വരും? 6 ഇൻറ്റു 10 60 പ്ലസ് ഇവിടെ ഇത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോലെ? ഇവിടെ 2 വരും, ഇവിടെ 5 വരും. അപ്പോൾ എന്തെന്നാണ് 5/2 പ്ലസ് ഇവിടെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 വന്നു, ഇവിടെ 3 വന്നു അല്ലേ. അപ്പോൾ ഇവിടെ 3/2 പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 1 4 ഇൻറ്റു 4/16 എന്ന് കിട്ടി അല്ലേ. ഇനി ഇതിൽ നമുക്ക് ഏതാ ആഡ് ചെയ്യാൻ പറ്റുക? 60 ഇറക്കിട്ടു 5/2 ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്തൂടെ? 5 പ്ലസ് 3 എന്ന് പറയുന്നത് എത്ര കിട്ടും? 8 ബൈ ഡിനോമിനേറ്റർ 2 എന്ന് വന്നു പ്ലസ് 1/16 എന്ന് കിട്ടി അല്ലേ. ഇനി ഈ 2 നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്ത് ഇവിടെ 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തെന്ന് ആൻസർ കിട്ടി? 60 പ്ലസ് 4 എത്രയാണ്? 64 1/16 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത്? ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇസ് 1400 ആൻഡ് ദെയർ സം ഈസ് 81 അല്ലേ. അപ്പോൾ നമുക്ക് നമ്പേഴ്സിന് എക്സ് ആൻഡ് വൈ എന്ന് എടുക്കാം. എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും വരാം. എന്താണ് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ എന്ന് പറയുമ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യണത് അല്ലേ. അപ്പോൾ ഒരു രണ്ട് നമ്പേഴ്സ് നമ്മൾ എക്സും വൈ എടുത്തു. അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്തെന്ന് വന്നു? എക്സ് ഇൻറ്റു വൈ എന്ന് വന്നു അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ. അപ്പോൾ എക്സ് വൈ ഈക്വൽ ടു എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 1400 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദയർ സം ഈസ് 81 അല്ലേ. ഈ നമ്പേഴ്സിന്റെ സമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് വൈ അല്ലേ. ഇതിന്റെ സമ്മ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 81 എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്, അതായത് ഇതിന്റെ തൊട്ടടുത്തുള്ള നമ്പേഴ്സിന്റെ സമ്മ എത്രയാണ്? എന്താണ് തൊട്ടടുത്ത നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും തൊട്ടടുത്ത നമ്പേഴ്സ് എന്ന് പറയുന്നത്? ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു എക്സ് ആൻഡ് വൈ അല്ലേ. ഈ നമ്പേഴ്സിന്റെ തൊട്ടടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? എക്സിന്റെ തൊട്ടടുത്ത നമ്പർ എക്സ് പ്ലസ് 1, വൈയുടെ തൊട്ടടുത്ത നമ്പർ എന്ന് പറയുന്നത് വൈ പ്ലസ് 1. ഇനി ഇതിന്റെ പ്രൊഡക്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്റ്റ് എന്നാണ് എന്താ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. എങ്ങനെയാണ്? നമ്മുടെ ഈ ഫോർമുല വെച്ചിട്ട് അല്ലേ. എങ്ങനെ? എക്സ് കൊണ്ട് വൈനെയും 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം, 1 കൊണ്ട് വൈനെയും 1നെയും. അപ്പോൾ എന്ത് തോന്നുന്നു? എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 1x പ്ലസ് 1 ഇൻറ്റു വൈ 1y പ്ലസ് 1 ഇൻറ്റു 1 1 എന്ന് കിട്ടി. അപ്പോൾ എന്തെന്ന് കിട്ടി? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്ന് കിട്ടി. ഇനി ഇതിൽ എക്സ് വൈ എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? എക്സ് വൈ എന്ന് പറയുന്നത് 1400 ആണ്. അപ്പോൾ നമുക്ക് എക്സ് വൈക്ക് പകരം 1400 പ്ലസ് എക്സ് പ്ലസ് വൈ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 81 ആണ്. അപ്പോൾ 81 പ്ലസ് 1. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 1482 എന്ന് കിട്ടും. The product of two odd numbers is 621 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓഡ് നമ്പേഴ്സിന് എക്സ് ആൻഡ് വൈ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ നോക്കി പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് നമ്പേഴ്സ്, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് എക്സ് ഇൻറ്റു വൈ അല്ലേ. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് വൈ. എക്സ് വൈ ഈക്വൽ ടു എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 621 എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ തന്നിരിക്കുന്നത്? ദയർ സം എന്ന് പറയുമ്പോൾ ഏതാ? എക്സിന്റെ വൈയുടെ അല്ലേ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്ര തന്നിരിക്കുന്നത്? 50 എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്, അതായത് ഇതിന്റെ നെക്സ്റ്റ് ഓഡ് നമ്പർ അല്ലേ. ഇത് ഓഡ് നമ്പർ ആണ്. അപ്പൊ നെക്സ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? നോക്കിക്കേ, 1 3 5 7 എന്ന് പറഞ്ഞ അല്ലേ. അപ്പൊ 1 എന്ന് പറയുമ്പോൾ ഇതിന്റെ നെക്സ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ +2 അല്ലേ. അപ്പൊ 3 എന്ന് പറയുമ്പോൾ 3യുടെ നെക്സ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ +2. അപ്പൊ +2 ആണ് ഇവിടെ ആഡ് ചെയ്ത് തരുന്നത്. അപ്പൊ നെക്സ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? +2 ആണ് അല്ലെ. x+2 എന്ന് വരും. The odd number next to x and y equal to ഇങ്ങനെ വരും x+2 y+2. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് അല്ലെ. ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതായത് x+2 ഇൻറ്റു എന്താണ്? y+2. ഇതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്?
എക്സ് കൊണ്ട് വൈനെയും എക്സ് കൊണ്ട് 2നെയും മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് വൈനെയും 2നെയും. അപ്പൊ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു വൈ അല്ലേ? എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 ഇൻറ്റു 2. എങ്ങനെ വരും? എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 2 ഇൻറ്റു 2 4 എന്ന് കിട്ടി അല്ലേ? ഇനി ഇതിൽ നോക്കിയേ, ഈ എക്സ് വൈ എന്ന് നമ്മൾ എടുത്തു അല്ലേ? ഇതിലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2x പ്ലസ് വൈ എന്നുള്ളതിൽ 2 കോമൺ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം അല്ലേ? അപ്പൊ എങ്ങനെ വരിക? 2 പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്തുണ്ട്? ഇതിലും ഇതിലൊക്കെ എന്താണ്? 2 കോമൺ ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്നെടുത്തു അല്ലേ? അപ്പൊ 2x പ്ലസ് 2y എന്നായില്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. പ്ലസ് 4 എന്ന് എഴുതി. ഇനി എക്സ് വൈ നമ്മൾ എത്രയാണ് എഴുതിയിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ് വൈ എത്രയാണ്? 621 എന്ന് കൊടുത്തു. ഇനി 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എത്രയാണ് തന്നിട്ടുണ്ട് അല്ലേ? 50 ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈക്ക് പകരം 50 കൊടുത്തു. പ്ലസ് 4. അപ്പൊ എത്ര വരും? 621 പ്ലസ് 2 ഇൻറ്റു 50 100 പ്ലസ് 4. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 725 എന്ന് കിട്ടും.